സെപ്റ്റംബർ 8 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ. മോൺസിഞ്ഞർ തോമസ് മൂത്തേടൻ രചിച്ച അനുദിന വിശുദ്ധർ എന്ന ഗ്രന്ഥത്തിൽ നിന്നും. ദാവീദ് രാജാവിൻ്റെ കുടുംബത്തിൽ ജോവാക്കിമിൻ്റെയും അന്നായുടെയും മകളായി കന്യകാമറിയം ജനിച്ചു. രക്ഷകൻ്റെ ജനനം സൂര്യോദയമാണെങ്കിൽ മറിയത്തിൻ്റെ ജനനം ഉഷകാല നക്ഷത്രത്തിൻ്റെ ഉദയമാണ്. പ്രവാചകന്മാർ ഈ നക്ഷത്രത്തിൻ്റെ ഉദയം പ്രഘോഷിച്ചിട്ടുള്ളതാണ്. ക്രിസ്തുമസ് ആനന്ദത്തിൻ്റെ തിരുനാളാണെങ്കിൽ മേരിമസ് സന്തോഷത്തിൻ്റെയും കൃതജ്ഞതയുടെയും തിരുനാളായി കൊണ്ടാടേണ്ടതാണ്. ഈശോ ദൈവപുത്രനാകിയാൽ മേരി ദൈവമാതാവാണ്. ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ കിടന്ന് കരയുന്ന ചോരക്കുഞ്ഞ് അത്യുന്നതൻ്റെ പുത്രനാണെന്ന് എങ്ങനെ തോന്നും? അതുപോലെ തന്നെ അന്നയുടെ ഈ കുഞ്ഞു സുന്ദരിക്കാണെങ്കിലും മറ്റു കുഞ്ഞുങ്ങളിൽ നിന്ന് ബാഹ്യദൃഷ്ടിയിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അതുകൊണ്ട് ഞാൻ കറുത്തവളാണെങ്കിലും അല്ലയോ ജെറുസലേം പുത്രിമാരെ സുന്ദരിയാണ് എന്ന ഉത്തമഗീതത്തിലെ വാക്യം മറിയത്തെ പറ്റിയാണെന്ന് കരുതപ്പെടുന്നു. ഒന്നുകൂടെ ഉറപ്പിച്ച് മണവാളൻ പറയുന്നു, മുള്ളുകളുടെ ഇടയിൽ ലില്ലിയെപ്പോലെയാണ് മക്കളിൽ എൻ്റെ പ്രിയ, അങ്ങ് സുന്ദരിയാണ്, അങ്ങിൽ യാതൊരു കുറവുമില്ല, നന്മ നിറഞ്ഞവളാണ്, സർപ്പത്തിൻ്റെ തല തകർത്തവളാണ്. ഇവയെല്ലാം പരിഗണിച്ച് മേരി മഹത്വം എന്ന വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് മറിയത്തിൻ്റെ ഉത്ഭവ സമയത്ത് അവൾ സ്വർഗത്തിലെത്തിയിട്ടുള്ള ഏത് വിശുദ്ധരെക്കാളും പ്രസാദപരപൂർണിയായിരുന്നു എന്നാണ്. 6-ാം നൂറ്റാണ്ടിൽ ജെറുസലേമിൽ പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കളുടെ ഭവനം നിലനിന്നിരുന്ന സ്ഥലത്ത് ഒരു ദേവാലയം പണിയപ്പെടുകയും അത് പിന്നീട് ഒരു ബസിലിക്കയായി മാറുകയും ചെയ്തു. ജെറുസലേമിലാണ് പരിശുദ്ധ കന്യകയുടെ ജനന തിരുനാൾ ആദ്യമായി ആഘോഷിച്ച് കാണുന്നത്. പൗരസ്ത്യരുടെ ഇടയിൽ ആഘോഷിച്ചു തുടങ്ങിയ ഈ തിരുനാൾ 7-ാം നൂറ്റാണ്ടിൽ റോമിലെ സഭയിലും തുടങ്ങി. മാനുഷികമായി ശ്രമിച്ചാൽ ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ പ്രയാസമായ വാർദ്ധക്യത്തിൽ യോവാക്കിമും അന്നയും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരം അന്നയുടെ ഉദരത്തിൽ നിർമ്മലമായി ഉരുവാക്കപ്പെട്ട സമയം ഏകദേശം ഡിസംബർ 8 മുതൽ 9 മാസം കണക്ക് കൂട്ടിയാണ് സെപ്റ്റംബർ 8 മറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നത്. എല്ലാ സൃഷ്ടികളുടെയും ജനനത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് ഈ അമ്മയിൽ നമ്മുടെ തന്നെ വരാനിരിക്കുന്ന പുതിയ ജീവിതം ധ്യാനിക്കുക ഏറ്റവും ഉചിതമാണ് എന്ന് ക്രീറ്റിലെ വിശുദ്ധ ആൻഡ്രൂ പറയുന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തിന് പുറമെ പരിശുദ്ധ കന്യകയുടെയും വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെയും ജന്മം മാത്രമാണ് തിരുസഭയിൽ ആഘോഷിക്കപ്പെടുന്നത്. ഈ വിശുദ്ധർ രണ്ടുപേരും രക്ഷാകര ചരിത്രത്തിൽ വഹിച്ച പങ്ക് വളരെ വലുതായതുകൊണ്ടാണ് അവരുടെ ജനനം ആഘോഷിക്കുന്നത്. മറിയത്തിൻ്റെ ജന്മവർഷം കൃത്യമായി കണ്ടുപിടിക്കുക പ്രയാസകരമാണ്. എങ്കിലും അത് ഏകദേശം BC 1918 എന്ന് കരുതപ്പെടുന്നു. അമലോത്ഭവ ദൈവമാതാവിൻ്റെ ജനനത്തിൽ സ്വർഗവാസികൾ ആനന്ദിക്കുന്നു, ഭൂവാസികൾ ആഹ്ലാദിക്കുന്നു. ഒരു പിറന്നാൾ സമ്മാനം അമ്മയ്ക്ക് സ്നേഹത്തോട് കാഴ്ചവെക്കാം. വചനം 1 തെസ്സലോനിക്ക 3-ാം അധ്യായം 12-ാം വാക്യം. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. വിചിന്തനം. വിശുദ്ധ ആംബ്രോസിൻ്റെ വാക്കുകൾ. ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. ഈ ഗോവണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനാണ്.